ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇനി നമുക്ക് പഴയ ഒരു ഫർദയിൽ സൈഡ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനുവേണ്ടി ഫർദ മറിച്ചിട്ടതിന് ശേഷം ഷോൾഡറിൽ നിന്നും താഴേക്ക് 17 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് 17 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും പോക്കറ്റ് മൗത്തിന് വേണ്ടി 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ പോക്കറ്റ് അറ്റാച്ചിങ് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടല്ലോ, രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തി. ഈ ഒരു പോക്കറ്റ് മൗത്താണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ 1/2 ഇഞ്ച് വിഡ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു ഓപ്പണിൻ്റെ മൗത്ത് അടയാളപ്പെടുത്തിയ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇതുപോലെ ഫർദ മറിച്ചിട്ടതിന് ശേഷം ഷോൾഡറിൽ നിന്നും താഴേക്ക് ഇതുപോലെ 17 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഏത് ഭാഗത്താണ് നമുക്ക് പോക്കറ്റ് വേണ്ടത് ആ ഭാഗത്ത് 17 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി 17 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും പോക്കറ്റ് മൗത്തിന് വേണ്ടി 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മുകളിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു അടയാളത്തിൽ കുത്തി നിർത്തി വീണ്ടും മുകളിലേക്ക് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്യുക. സൂചി കുത്തി നിർത്തി വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ താഴെ ഭാഗത്തും ഇതുപോലെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അടയാളപ്പെടുത്തിയ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് സൂചി കുത്തി നിർത്തി വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ആ ഒരു എൻഡിൽ ലോക്ക് വന്നിരിക്കും. മുകൾ ഭാഗത്ത് എത്ര ഇഞ്ചിലാണ് നമ്മൾ കുത്തി നിർത്തിയത് ആ ഒരു വിഡ്ത്തിൽ തന്നെ താഴെയും ഇതുപോലെ കുത്തി നിർത്തി താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 1/2 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഒരു എഡ്ജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, നമ്മുടെ പോക്കറ്റ് മൗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഫർദയുടെ ആദ്യത്തെ സ്റ്റിച്ചിങ് ഉണ്ടാവുമല്ലോ, അതൊന്ന് അയച്ചെടുക്കുക. ലോക്കിൻ്റെ സ്റ്റിച്ചും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചൊക്കെ ഒന്ന് അയച്ചെടുക്കുക. അപ്പം ഈ ഒരു സ്റ്റിച്ച് അയച്ചെടുത്താൽ നമുക്കവിടെ ഒരു ഓപ്പൺ വരും. ഈ ഓപ്പണിലാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ അയച്ചതിന് ശേഷം അവിടെ ഒരു ഇതുപോലെ ഓപ്പൺ വന്നിട്ടുണ്ട്. പോക്കറ്റിനുള്ള മൗത്താണിത്. അപ്പോൾ ഇതുപോലെ നിവർത്തി നോക്കുക. കണ്ടല്ലോ, സ്റ്റിച്ചിങ് ഒക്കെ നല്ല ലോക്കിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിവർത്തി വെച്ച് അതിൻ്റെ ആദ്യം നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ആ ഒരു കറക്റ്റിലാണ് നമ്മൾ ജിബ് വെക്കേണ്ടത്. അപ്പം അതിവിടെ കാണാൻ വേണ്ടി ആ ഒരു ജിബ് വെക്കാനുള്ള ഭാഗം ഞാനിവിടെ ചോക്ക കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു ആദ്യത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ നല്ല ഭാഗത്താണ് അടയാളപ്പെടുത്തുന്നത്. അടയാളത്തിൽ കൂടെയാണ് ഞാനിത് അടയാളപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇതുപോലെ അടയാളപ്പെടുത്തുന്നത്. കണ്ടല്ലോ, ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ജിബ് എടുക്കുക. കണ്ടല്ലോ, ഇൻവിസിബിൾ ജിബാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. അതും ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിതുപോലെ ജിബ് അടച്ചതിന് ശേഷം ഇതുപോലെ 2 കറക്റ്റ് ഭാഗത്ത് അടയാളപ്പെടുത്തുക. ഇങ്ങനെ മാർക്ക് ചെയ്യുക. അങ്ങനെ അടുത്ത ഭാഗവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. കണ്ടല്ലോ, ജിബിൻ്റെ രണ്ട് സൈഡിലും 2 ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തു. കണ്ടല്ലോ, ഈ ഒരു ഭാഗം കമഴ്ത്തി വേണം ജിബ് അറ്റാച്ച് ചെയ്യാൻ. ഇതുപോലെ കമഴ്ത്തി വെക്കുക. ഈ വലിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ വെക്കുക. ആദ്യം ആ ക്ലോത്തിൻ്റെ നമ്മൾ ജിബ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അവിടെ നിന്നും ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ജിബിൽ അറ്റാച്ച് ചെയ്ത മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഫർദയിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ ലൈനിലൂടെ
1/4 ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു എഡ്ജിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ എഡ്ജ് ഇതുപോലെ പിടിച്ച് ആ ഒരു സിബിൻ്റെ റെയിലിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക. സിബിൻ്റെ ചീത്തവശം മുകളിലേക്ക് നമുക്ക് കാണുന്ന രീതിക്ക് വേണം ഈ ഒരു അറ്റാച്ചിങ് ചെയ്യാൻ. കണ്ടല്ലോ, ഇതുപോലെ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ലൈനിലൂടെ സിബ് കറക്റ്റാക്കി വെച്ച് 1/4 ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റാക്കി വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോഴാണ് റെയിലിൻ്റെ അരികിലൂടെ നമുക്ക് വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് വരിക. അപ്പോൾ നമുക്ക് ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നിർത്തിയ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തുക. ഈ ഒരു സിബിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ് ഈ ഒരു സിബ് ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കുക. ഒന്ന് ഇട്ടതിന് ശേഷം കറക്റ്റാക്കിയിട്ട് നമ്മളിപ്പോൾ അടിച്ച് നിർത്തിയ ആ ഭാഗത്ത് ഒന്ന് ക്ലോത്തിലും അടയാളപ്പെടുത്തുക. അതുപോലെ സിബിലും അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു അടയാളത്തിൽ വെച്ച് മുകളിലേക്ക് വീണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ഭാഗത്താണ് അടയാളപ്പെടുത്തിയത്. അതുപോലെ അടുത്ത സൈഡിലും സിബിലും ക്ലോത്തിലും അടയാളപ്പെടുത്താം. കണ്ടല്ലോ, ഇതുപോലെ അടയാളപ്പെടുത്തി നമുക്ക് തിരിച്ച് ഇതുപോലെ വെച്ച് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റിച്ച് മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്തു. രണ്ടാമത്തെ ഭാഗത്തുള്ള സ്റ്റിച്ചിങ് താഴെ നിന്നും മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സിബ് ഹൈഡായി നിൽക്കുകയുള്ളൂ. കണ്ടല്ലോ, ഇതുപോലെ ഫൂട്ടിൻ്റെ ഭാഗം നല്ല കറക്റ്റാക്കി റെയിലിലേക്ക് ചാരി സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ രണ്ട് ഭാഗവും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന ഈ സിബ് മുകളിലേക്ക് എടുക്കുക. കണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് എടുത്ത് ഈ ഒരു ക്ലോത്ത് മറിച്ചിട്ടതിന് ശേഷം സിബ് ഒന്ന് നോക്കുക, പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. കണ്ടല്ലോ, ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം സിബ് ഇട്ട് നോക്കുക. കണ്ടല്ലോ, ഞാനിവിടെ അറ്റാച്ച് ചെയ്തത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒരു സ്റ്റിച്ചാണ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു സ്റ്റിച്ച് കൊടുത്തതാണ്. കണ്ടല്ലോ, അധികം പെർഫെക്ഷനായി കിട്ടിയിട്ടില്ല. ഇനി അടുത്ത ഒരു സ്റ്റിച്ചും കൂടി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു റെയിലിൻ്റെ ചാരി തന്നെ അധികം പിളർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഒരു സിബ് ഹൈഡ്. അപ്പോൾ നമുക്ക് സിബ് നല്ല ഹൈഡായി നിൽക്കാൻ വേണ്ടി ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ പോക്കറ്റിനുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സിബിൽ അറ്റാച്ച് ചെയ്തത്, അതിന് ശേഷമാണ് ക്ലോത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത്. ക്ലോത്ത് 2 ഫോൾഡറായി വെച്ചതിന് ശേഷം ലെങ്ത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നും ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് 12 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയത്. കണ്ടല്ലോ, ഏറ്റവും താഴെ. അതുപോലെ ഈ ഫോൾഡിംഗ് ഉള്ള ഭാഗത്ത് ഈ ഒരു ഭാഗമാണ് നമുക്ക് സിബിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗം. നമ്മുടെ ഓപ്പൺ മൗത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്താം. കണ്ടല്ലോ, ഓപ്പൺ മൗത്ത് 7 നമ്മൾ അടയാളപ്പെടുത്തിയത്. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്താം. ഞാനിവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കർവ് വരയ്ക്കുക. താഴെ
ആ 12 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു കർവ് വരയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ കർവിലൂടെ കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ആ ഫോൾഡിങ്ങുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഫോൾഡിങ്ങുള്ള ഭാഗമാണ് നമുക്ക് സിബിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗം. കണ്ടല്ലോ നമ്മുടെ പോക്കറ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ ഇതുപോലെ വെച്ച്. അപ്പോൾ നമുക്ക് സിബിലേക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത ഭാഗം ഇതുപോലെ എടുത്ത് വെക്കുക. കണ്ടല്ലോ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത പീസ് എടുത്ത് അതിൻ്റെ കർവ് വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് വെക്കുക. ഇതുപോലെ കണ്ടല്ലോ കർവ് ഭാഗം നമ്മുടെ മുകളിലേക്കാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ച് ആ ഒരു സിബിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പീസ് വെച്ച് സിബിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ടാൽ ഇങ്ങനെയാണ് കിട്ടുക. അതുപോലെ അടുത്ത പീസും കർവിൻ്റെ ഭാഗം മുകളിലേക്ക് വെച്ച് രണ്ടും ഒരേ രീതിക്ക് വരുന്ന രീതിക്ക് ക്ലോത്ത് വെച്ച് മറിച്ചിടുക. കണ്ടല്ലോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. സിബ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എഡ്ജ് ഭാഗം ഇതുപോലെ പിടിച്ച് ആണല്ലോ സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു സിബിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പോക്കറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ ഞാനിവിടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റ് എപ്പോൾ നല്ല ഉറപ്പിൽ നിൽക്കാനാണ് 2 സ്റ്റിച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ മറിച്ചിട്ടു. കണ്ടല്ലോ ഇതുപോലെയാണ് കിട്ടിയത്. ഇനി അടുത്ത ഭാഗവും ഈ ഒരു സൈഡിൽ ഇതുപോലെ പിടിച്ച് പോക്കറ്റിൻ്റെ 2 ക്ലോത്ത് ഒരേ ലെവൽക്ക് വരുന്ന രീതിക്ക് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ സിബിൻ്റെ എഡ്ജും ഈ ഒരു പോക്കറ്റിൻ്റെ എഡ്ജും ഒരേ ലെവൽക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ പോക്കറ്റിൻ്റെ 2 സൈഡ് ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ ഇതുപോലെയാണ് കിട്ടിയത്. ഇനി ഇതുപോലെ രണ്ടും ഒരു സൈഡിലേക്ക് പിടിച്ച് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും സ്റ്റിച്ചിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോക്കറ്റിന് അടയാളപ്പെടുത്തിയ ഭാഗത്ത്, അതായത് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത ഭാഗത്ത് എത്തുമ്പോൾ സ്റ്റിച്ച് നിർത്തുക. എന്നിട്ട് തിരിച്ച് പോക്കറ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക. കണ്ടല്ലോ ഇതുപോലെ പോക്കറ്റ് മുഴുവനായിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു കർവിലൂടെ സ്റ്റിച്ച് ചെയ്ത് എല്ലാ ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഫർദയിലേക്ക് തന്നെ സ്റ്റിച്ചിങ് എത്തുന്നതാണ്. കണ്ടല്ലോ ഇതുപോലെ ഫർദയിലേക്ക് തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് എത്തി. ഇനി ഈ ഒരു ഭാഗത്ത് താഴേക്ക് കുറച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും പോക്കറ്റിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് 2 സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ പോക്കറ്റിന് എല്ലാ ഭാഗത്തും നമ്മൾ 2 സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ബാക്കി വരുന്ന എല്ലാ ഭാഗവും കട്ട് ചെയ്ത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, മറിച്ചിട്ടതിന് ശേഷം നല്ല ഭാഗത്ത് നിന്നും പോക്കറ്റ് നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഈ ഒരു പോക്കറ്റ് ഇവിടെ ഉണ്ട് എന്ന് പോലും അറിയില്ല. അത്രക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ വീഡിയോയിൽ നല്ല രീതിയിൽ കാണുന്നുണ്ടോ? കണ്ടല്ലോ, ഈ സിബ് ഒന്ന് ഇട്ട് നോക്കാം. കണ്ടല്ലോ, ഈ ഒരു സിബ് ഇവിടെ ഉണ്ട് എന്ന് അറിയില്ല, അത്രക്കും നല്ല ഹൈഡായിട്ട് പോയിട്ടുണ്ട്. ഇനി ഫർദയൊക്കെ ഇട്ട് പോകുന്നവരാണെങ്കിൽ ഇതുപോലെ ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് പോക്കറ്റ് വെച്ചാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മൊബൈൽ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാം. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് നല്ല സേഫ്റ്റിയിൽ പോവാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു മെത്തേഡ് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു പോക്കറ്റിൽ എന്തെങ്കിലും ഇട്ട് നോക്കണ്ടേ? അപ്പോൾ മൊബൈൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കത്രിക ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എൻ്റെ കത്രിക ഈ പോക്കറ്റിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മൊബൈലൊക്കെ ഈസി ആയിട്ട് പോകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.